എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അർജുൻ സുരേഷ്. ചാനൽ 13.8 ശാസ്ത്ര കൗതുകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് ഒരു ആസ്ട്രോയിഡ്, മീറ്റിയറോയിഡ്, മീറ്റിയറൻ, മീറ്റിയറൈറ്റ്, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു ആസ്ട്രോയിഡ് എന്ന് നോക്കാം. അപ്പോൾ ഒരു ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് സ്പേസിൽ ഫ്രീ ആയിട്ട് നമ്മുടെ സണ്ണിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പേസ് റോക്സ് ആണ്, അല്ലെങ്കിൽ സ്പേസിലുള്ള കല്ലുകൾ എന്നും പറയാം. അപ്പോൾ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്ന പല ഷേപ്പിലും പല സൈസിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 1 സെന്റിമീറ്റർ വലിപ്പമുള്ള ആസ്ട്രോയിഡ് തൊട്ട് ഏകദേശം 1000 കിലോമീറ്റർ വലിപ്പമുള്ള ആസ്ട്രോയിഡ്സ് വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആസ്ട്രോയിഡ് എന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കും. ഒരു അസാധാരണ ഒരു കല്ല് പോലെ ഇരിക്കും, കുറെ കുഴികളും അതൊക്കെ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പിയർ ഷേപ്പ് ഒന്നും ഇല്ല. ഇതേപോലത്തെ ഷേപ്പാണ് ഓൾമോസ്റ്റ് എല്ലാ ആസ്ട്രോയിഡിനും ഉള്ളത്. പക്ഷേ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ആസ്ട്രോയിഡ്, അതാണ് അതിൻ്റെ പേരാണ് സെറസ്. ആ ഒരു ആസ്ട്രോയിഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 990 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അത് വളരെ വലിയൊരു ആസ്ട്രോയിഡാണ്. അപ്പോൾ ആ ഒരു ആസ്ട്രോയിഡ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് സ്പിയർ ആണ്, ഓൾമോസ്റ്റ്. ഇപ്പോൾ ഒരു പ്ലാനറ്റ് പോലെ. പക്ഷെ ബാക്കിയുള്ള ആസ്ട്രോയിഡ്സിനും ഒന്നും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു സെറസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡ് ഇത്രയും വലുതായതുകൊണ്ടാണ്. ഈ ഒരു ആസ്ട്രോയിഡ് ഇത്രയും വലുതായതുകൊണ്ട് ഇതിൻ്റെ ഓൺ ഗ്രാവിറ്റിയും വളരെ സ്ട്രോങ് ആണ്. ഇതിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഈ ഒരു ആസ്ട്രോയിഡിന് ആ ഒരു ഗ്രാവിറ്റി അതിനെ കംപ്രസ് ചെയ്യും. ഇങ്ങനെ ആസ്ട്രോയിഡിന് ഗ്രാവിറ്റി കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കംപ്രഷൻ എന്ന് പറയുന്നത് എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കംപ്രസ് ആകുമ്പോൾ ഈ ഒരു ആസ്ട്രോയിഡിന്റെ ഷേപ്പ് ഒരു സ്പിയർ ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പിയർ? അതിൻ്റെ ഒരു സ്പിയർ തന്നെ ആവാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്പിയർ എന്ന് പറയുന്ന ഷേപ്പിനാണ് ഏറ്റവും കുറച്ച് സർഫസ് ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് സർഫസ് ഉള്ളത് എന്നും പറയാം. അപ്പോൾ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതുമുണ്ട്, വളരെ വലുതും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ആസ്ട്രോയിഡിന്റെ ഫോർമേഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആസ്ട്രോയിഡിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം മൊത്തത്തിൽ ഫോം ചെയ്ത സെയിം ടൈമിലാണ്. എന്നുവെച്ചാൽ നമ്മുടെ സണ്ണും പ്ലാനറ്റ്സും ഒക്കെ ഫോം ചെയ്തപ്പോൾ തന്നെയാണ് ഈ ആസ്ട്രോയിഡ്സും ഫോം ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെ ആസ്ട്രോയിഡ്സ് ഫോം ചെയ്യുന്ന സമയത്ത് കുറേ ഡസ്റ്റും റോക്ക് പാർട്ടിക്കിൾസും പിന്നെ ഐസും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സണ്ണിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും റോക്സും ഐസ് പാർട്ടിക്കിൾസൊക്കെ അതിൻ്റെ ഓൺ ഗ്രാവിറ്റി കാരണം ഇപ്പോൾ അതങ്ങ് മേർജ് ചെയ്തു. എന്ന് വെച്ചാൽ 2 പാർട്ടിക്കിൾസ് അതിൻ്റെ ഗ്രാവിറ്റി കാരണം 2 പാർട്ടിക്കിൾസും അങ്ങ് ചേർന്ന് ഒറ്റ പാർട്ടിക്കിളായി ഈ പിക്ചറിൽ കാണിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പാർട്ടിക്കിൾസൊക്കെ ഗ്രാവിറ്റി കാരണം ഇങ്ങനെ ചേർന്ന് മേർജ് ചെയ്ത് വലിയ ഓബ്ജക്ട്സ് ആയി. പക്ഷെ ചില ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വലുതായി വളരെ വലിയ ഓബ്ജക്ട്സ് ആയി. അതാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ചില ഓബ്ജക്ട്സിനൊക്കെ അത്രയും മാസ് ഇല്ലായിരുന്നു, അത്ര വലിപ്പം വെച്ചില്ലായിരുന്നു. ഇങ്ങനെ അത്രയും വലിപ്പം വെക്കാത്ത ഓബ്ജക്ട്സിനാണ് നമ്മൾ ഇങ്ങനെ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആസ്ട്രോയിഡ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ച് ആദ്യം നോക്കാം. അപ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിൻ്റെ ചുറ്റും ആസ്ട്രോയിഡ്സ് ഓർബിറ്റ് ചെയ്യുന്ന ഒരു ബെൽറ്റാണ്. അപ്പോൾ ഇതാണ് ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ്.
അപ്പോൾ ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മാർസിന്റെ ഓർബിറ്റിന്റെയും ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിന്റെയും ഇടയിലാണ്. ഇതാണ് നമ്മുടെ ഇന്നർ സോളാർ സിസ്റ്റത്തിലുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ്. അപ്പോൾ ഈ ഒരു ബെൽറ്റിൽ തൗസൻഡ്സ് ടു മില്യൺസ് ഓഫ് ആസ്ട്രോയിഡ്സ് വരെ നമ്മുടെ സണ്ണിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഓരോ വൈറ്റ് ഡോട്ടും ഓരോ ആസ്ട്രോയിഡാണ്. പക്ഷേ ഈ പിക്ചറിൽ ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ശരിക്കും ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയൊക്കെ വരാറുണ്ട്. പക്ഷേ കൂടുതൽ ആസ്ട്രോയിഡ്സും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആസ്ട്രോയിഡ്സും ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ സണ്ണിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മളൊരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നുള്ള ആസ്ട്രോയിഡ്സ് ആണ് നമ്മുടെ ഇന്നർ സോളാർ സിസ്റ്റത്തിലോട്ടൊക്കെ വരാറുള്ളത്. അതായത് എർത്തിന്റെ അടുത്തോട്ടും മാർസിന്റെ അടുത്തോട്ടും അങ്ങനെ ഇന്നർ സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സിന്റെ അടുത്തോട്ടൊക്കെ വരാറുള്ളത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നുള്ള ആസ്ട്രോയിഡ്സ് ആണ്. പക്ഷെ ആസ്ട്രോയിഡ് ബെൽറ്റ് മാത്രമല്ല ഒരേ ഒരു ബെൽറ്റ്, വേറെയും കുറെ ബെൽറ്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ട്രോജൻ ബെൽറ്റ് എന്ന് പറയും. അപ്പോൾ ട്രോജൻ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിലുള്ള ഒരു ആസ്ട്രോയിഡ് ബെൽറ്റാണ്. അപ്പോൾ ഈ ട്രോജൻ ബെൽറ്റ് എന്ന് പറയുന്നത് ഇതും ഈ ഒരു ഞാൻ റെഡ് ഡോട്ട് വെച്ച് കാണിക്കുന്നതും പിന്നെ ഇതുമാണ്. അപ്പോൾ ഈ ഒരു ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിൽ കംപ്ലീറ്റ് ആയിട്ടല്ല ഈ ഒരു ബെൽറ്റ്, ഇത് 2 പ്ലേസസിലായിട്ടാണ്, ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബെൽറ്റ്സ് ആണ്. ഈ ഒരു ബെൽറ്റിൽ നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള അത്രയും ആസ്ട്രോയിഡ്സ് ഇല്ലെങ്കിലും അതൊരു ബെൽറ്റ് ആണ്. അപ്പോൾ ഇത് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജൂപ്പിറ്റർ ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതാണ് ട്രോജൻ ആസ്ട്രോയിഡ് ബെൽറ്റ് അല്ലെങ്കിൽ ട്രോജൻ ബെൽറ്റ്. അപ്പോൾ ഈ ഒരു ട്രോജൻ ബെൽറ്റ് വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ട്രോജൻ ബെൽറ്റിലുള്ള ആസ്ട്രോയിഡ്സ് ഈ ജൂപ്പിറ്ററിൽ വന്നങ്ങ് കൊളൈഡ് ചെയ്യും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ജൂപ്പിറ്ററിന്റെ മാസും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ലാർജസ്റ്റ് പ്ലാനറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ഗ്രാവിറ്റിയും വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി കാരണം തൊട്ടടുത്തുള്ള കുറെ ആസ്ട്രോയിഡ്സ് ഒക്കെ ജൂപ്പിറ്ററിൽ വന്ന് കൊളൈഡ് ചെയ്യും. അപ്പോൾ ജൂപ്പിറ്ററിന്റെ മാസും ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 1 AU. അപ്പോൾ 1 AU എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ലൈനിന്റെ ലെങ്ത് ആണ് ഈ ഒരു പിക്ചറിൽ. അപ്പോൾ 1 AU എന്ന് പറയുന്നത് നമ്മുടെ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ലാർജ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ആണ് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ്. പക്ഷേ വേറെയും ഒരു ബെൽറ്റും കൂടെ ഉണ്ട്, അതാണ് ക്യൂപ്പർ ബെൽറ്റ് അല്ലെങ്കിൽ കൈപ്പർ ബെൽറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിൽ നിന്നും വെളിയിലാണ് ഈ ഒരു ബെൽറ്റിന്റെ ലൊക്കേഷൻ. ഇതെന്ന് പറയുന്നത് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ബെൽറ്റാണ്. ഈ ഒരു ബെൽറ്റിൽ മെയിനായിട്ട് ആസ്ട്രോയിഡ്സ് മാത്രമല്ല ഉള്ളത്, ആസ്ട്രോയിഡ്സും വേറെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഐസ് പാർട്ടിക്കിൾസും കോമറ്റ്സും അതൊക്കെ ഈ ഒരു ക്യൂപ്പർ ബെൽറ്റിൽ ഉണ്ട്. ഇനി നമുക്ക് ഈ ആസ്ട്രോയിഡും മീറ്റിയറോയിഡും മീറ്റിയറും മീറ്റിയറൈറ്റും അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്തോന്നാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ആസ്ട്രോയിഡ് സങ്കല്പിക്കാം. അപ്പോൾ ആ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ എർത്തിന്റെ തൊട്ടടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഈ ഒരു കേസിൽ ഒരു വലിയ ആസ്ട്രോയിഡാണ്. അതുകൊണ്ട് എർത്തിന്റെ ഗ്രാവിറ്റി കാരണം ഈ ഒരു വലിയ ആസ്ട്രോയിഡിൽ നിന്ന് കുറച്ച് പാർട്സ് അങ്ങ് ബ്രേക്ക് ആവും, കുറച്ച് സ്മോൾ പാർട്സ്.
അപ്പോൾ അങ്ങനെ ഒരു സ്മോൾ പാർട്ട് ബ്രേക്ക് ആയിട്ട് ആ ഒരു സ്മോൾ പാർട്ട് നമ്മുടെ എർത്തിൻ്റെ അടുത്തോട്ട് വരും. കാരണം എർത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു എർത്തിൻ്റെ അടുത്തോട്ട് വരുന്ന ആ ഒരു സ്മോൾ പീസിനാണ് നമ്മൾ ഒരു മീറ്റിയറോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിയറോയിഡ് എന്ന് പറയുന്ന ഇത് ആ ഒരു ആസ്ട്രോയിഡിൽ നിന്ന് തന്നെ ബ്രേക്ക് ആയതാണ്. പക്ഷേ ആ ഒരു ആസ്ട്രോയിഡ് എന്ന് പറയുന്ന അതിൻ്റെ പാത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു മീറ്റിയറോയിഡ് ഒരു കുറച്ച് സെക്കൻഡ്സ് തൊട്ട് കുറച്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മീറ്റിയറോയിഡ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു മീറ്റിയർ എന്ന് വിളിക്കും. ഇതാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു മീറ്റിയർ എന്ന് പറയുന്ന ഷൂട്ടിംഗ് സ്റ്റാർസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മീറ്റിയർ വളരെ ഹൈ സ്പീഡ്സിലാണ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു മീറ്റിയറും നമ്മുടെ എയറും തമ്മിലുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഈ ഒരു ഫ്രിക്ഷൻ കാരണം ഈ മീറ്റിയറിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ പെട്ടെന്ന് റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മീറ്റിയർ എന്ന് പറയുന്നത് കത്തിത്തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മീറ്റിയർ കത്തിത്തുടങ്ങുമ്പോൾ നമുക്ക് എർത്തിൻ്റെ സർഫസ് എന്ന് വ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു മീറ്റിയറിനൊരു ടെയിലുള്ള പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷെ ചില സമയം എന്ന് പറയുന്ന കുറേ മീറ്റിയേഴ്സ് അങ്ങ് ഒരുമിച്ചായിരിക്കും താഴോട്ട് വരുന്നത്. ഇങ്ങനെ കുറേ മീറ്റിയേഴ്സ് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ എർത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ഒരു മീറ്റിയർ ഷവർ എന്ന് വിളിക്കും. പക്ഷെ മിക്കവാറുമുള്ള മീറ്റിയേഴ്സും വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ ഒരു മീറ്റിയേഴ്സ് ഒക്കെ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ എയർ ഫ്രിക്ഷൻ കാരണം കംപ്ലീറ്റ് ആയിട്ടങ്ങ് കത്തിപ്പോവും. അതുകൊണ്ട് ഗ്രൗണ്ടിലൊന്നും ഹിറ്റ് ചെയ്യത്തില്ല, താഴെ വന്നൊന്നും വീഴത്തില്ല. പക്ഷേ ചില മീറ്റിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജാണ്. ഇങ്ങനെ വളരെ ലാർജ് ആയിട്ടുള്ള മീറ്റിയേഴ്സ് എന്ന് പറയുന്നത് ഇത് അങ്ങ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ കുറേ അങ്ങ് ബേൺ ആയി അങ്ങ് പോവും. പക്ഷേ കുറച്ച് ചെറിയ പീസസ് ഒക്കെ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ വന്ന് വീഴും. ഇങ്ങനെ ആ ഒരു പീസ് സർഫസിൽ വന്ന് വീഴുമ്പോൾ ആ ഒരു പീസിനെ നമ്മൾ ഒരു മീറ്റിയറൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു മീറ്റിയറൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ആസ്ട്രോയിഡിൻ്റെ സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ ഒരു സാമ്പിൾസ് നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആസ്ട്രോയിഡിൽ ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ള എലിമെൻസും അതിൻ്റെ കമ്പോസിഷനും ഒക്കെ അറിയാനും പറ്റും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ മീറ്റിയറൈറ്റ് നമ്മുടെ ഗ്രൗണ്ടിൽ വന്ന് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയൊരു ആസ്ട്രോയിഡ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം, ഒരു ചെറിയൊരു ആസ്ട്രോയിഡ് നമ്മുടെ എർത്തിൻ്റെ തൊട്ടടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം എർത്ത് ഈ ഒരു ആസ്ട്രോയിഡിനെ അങ്ങ് പുള്ള് ചെയ്യും. ഇങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ ആ ആസ്ട്രോയിഡ് മൊത്തത്തിൽ നമ്മുടെ എർത്തിൻ്റെ അടുത്തോട്ട് വരും. എന്ന് വെച്ചാൽ ഓരോ പീസസ് ആയിട്ടൊന്നും ബ്രേക്ക് ആവത്തില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് എർത്തിൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ ഇങ്ങനെ എർത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ ഒരു മീറ്റിയറോയിഡ് എന്ന് വിളിക്കും. എന്നിട്ട് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു മീറ്റിയർ എന്ന് വിളിക്കും. പക്ഷേ ഇത് ഒരു ആസ്ട്രോയിഡ് കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഒരു നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്തത്. അതുകൊണ്ട് ഇത് ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ആണ്, ഒരു ആസ്ട്രോയിഡ്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എൻട്രി ചെയ്യുമ്പോൾ ഈ ഒരു ആസ്ട്രോയിഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു മീറ്റിയർ കുറേ പീസസ് ആയിട്ടങ്ങ് ബ്രേക്ക് ആവും. ഈ കുറേ പീസസ് ആയിട്ട് ബ്രേക്ക് ആയിട്ട് നമുക്ക് കുറേ മീറ്റിയേഴ്സ് ഒരുമിച്ച് വീഴുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ അപ്പോഴും ഒരു മീറ്റിയർ ഷവർ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഈ ഒരു മീറ്റിയർ എന്ന് പറയുന്നത് ചിലതൊക്കെ
അങ്ങ് ഗ്രൗണ്ടിൽ വന്ന് റീച്ച് ചെയ്യും. അപ്പോൾ ഗ്രൗണ്ടിലെത്തും. എന്നിട്ട് ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ അതിനെ നമ്മൾ ഒരു മീറ്റിയറൈറ്റ് എന്ന് വിളിക്കും. എല്ലാവർക്കും എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനിയും വേറെ വിഷയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം.